ഗോൾഡൻ ഫുട് പ്രിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മാത്യു വടക്കമ്പാടത്തച്ഛനെയാണ്. തൻ്റെ 52 വർഷത്തെ പൗരോഹിത്യ ജീവിതം മുഴുവൻ വിവിധ ഇടവകകളിലൂടെ സേവനം ചെയ്ത ആളാണ് മാത്യു അച്ഛൻ. അച്ഛൻ ഒരു മരിയ ഭക്തനാണ്. ദിവസവും 12 ജപമാലകൾ ചെല്ലുകയും ഏറ്റവും ഭക്തിയോടെ ക്രിസ്തു അനുഭവത്തോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്ന വൈദികനാണ്. അച്ഛനെ നമുക്കിന്ന് കാണാം, പരിചയപ്പെടാം. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ക്രിസ്തു ദർശനങ്ങളെ കുറിച്ച് ധാരാളം പഠിച്ച് അത് പരിശീലിച്ച് ഈ ഒരു ഒക്കേഷനിലേക്ക് കുട്ടിക്കാലത്ത് അച്ഛനെ നയിച്ച സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങിയ പ്രേക്ഷകർക്ക് വലിയൊരു അനുഭവമായിരിക്കും. ഞങ്ങൾ 12 മക്കളുള്ള കുടുംബത്തിൽ ഞാൻ ജനിച്ചതാണ്. അപ്പോൾ മാതാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ നല്ല ദൈവവിശ്വാസമുള്ളവരായിരുന്നു. 12 പേരെ വളർത്തിയെടുക്കുന്ന പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അതിനോട് അവരുടെ കഷ്ടപ്പാട്, അതുപോലെ തന്നെ ദാരിദ്ര്യം. അന്നത്തെ കാലത്ത് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. 12 പേര് പോറ്റുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അത് തന്നെ. പിന്നെ അവരെ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഒത്തിരി നന്നായിട്ട് പരിശീലിപ്പിച്ചു. അപ്പോൾ അടുക്കളയിലേക്ക് പോകണമെങ്കിൽ, ആഹാരം കഴിക്കാൻ പോകണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോകാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പ്രാർത്ഥന കഴിച്ചിട്ടാണ് ഞങ്ങളെ അപ്പച്ചിയും അമ്മയും ഞങ്ങളെ അങ്ങനെ പരിശീലിപ്പിച്ചിരുന്നത്. പക്ഷെ ബൈബിളിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും അറിയുമ്പോഴില്ല. ഞങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത് അപ്പച്ചനും അമ്മയായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കേട്ട് അവർ പറയുന്നതെല്ലാം അവർ ഞങ്ങളെ പരിശീലിപ്പിച്ചാണ് കൊണ്ടുവന്നത്. പിന്നെ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 3-ല് എൻ്റെ അനിയൻ പഠിക്കുന്നു, 4-ല് ഞാൻ പഠിക്കുന്നു. ഞാൻ 7ാമത്തെ ആളാണ്. ഞങ്ങള് 12 വരെയുള്ള ലേല് 4 പേര് സിസ്റ്റേഴ്സ് ഉണ്ട്, 2 പേര് അച്ഛന്മാരുണ്ട്. വലിയ ദൈവവിളിയുള്ള. അപ്പോൾ എൻ്റെ അനിയൻ അച്ഛൻ എൻ്റെ 2 വയസ്സിന് എളുപ്പമുള്ള ആളാണ്. അദ്ദേഹം ഒരു ആക്സിഡന്റ് പെട്ട് മരിച്ചു. MSFS-ലായിരുന്നു അദ്ദേഹം സഭയിലെ അംഗമായിരുന്നു. പിന്നെ ഞങ്ങള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ അന്ന് എനിക്കൊരു അച്ഛനാവാൻ ഒരു കാരണവശാലും സാധ്യമല്ല. കാരണം അന്നത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ രീതിയിലും നമുക്കതിന് അർഹതയില്ല. ആ കാര്യത്തിൽ ചിന്തിക്കേണ്ട എന്നുള്ളൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ ഒരു സിസ്റ്റർ SH-ലെ ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ അസോന്ത. സിസ്റ്റർ പറഞ്ഞു, മാത്യു ഒരു അച്ഛനാകണം. അപ്പൊ അതെന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ആകർഷണമായിട്ട് തോന്നി. പിന്നെ 2ാമതായിട്ട് നമ്മുടെ മിഷൻലിന്റെ കുഞ്ഞേട്ടനല്ലേ, ഈ കുഞ്ഞേട്ടൻ മിക്കവാറും എനിക്ക് കത്തെഴുതുമായിരുന്നു. അപ്പോൾ മിഷണറി ആകാനായിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ മിഷണറി ആകാനായിട്ട് പോകാൻ ആഗ്രഹമില്ല. എനിക്ക് ഇടവൈദികനാകണമെന്നായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നത്. അത് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ അവിടെ മഞ്ചേരിയിൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ വന്നു, ഫാദർ മാത്യു മഞ്ചേരിൽ. അദ്ദേഹം അങ്ങനെ 10ാം ക്ലാസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, മാത്യു നിനക്ക് സെമിനാരിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വലിയൊരു പ്രോത്സാഹനമായില്ലേ. അപ്പൊ ഒരു കണ്ടീഷൻ പുള്ളി പറഞ്ഞത്, വെറുതെ അല്ല, നീ നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ പഠിക്കാൻ വേണ്ടി അച്ഛനൊരു അതന്നെ. അപ്പൊ ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് ദൈവത്തിന്റെ കൃപയാല് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. വാഴക്കുളം ഇൻഫന്റ് ജസ്റ്റിസിലാണ് പഠിച്ചത്. അപ്പോൾ 1964-ലായിരുന്നു അത്. അപ്പോൾ ഞാൻ അച്ഛൻ റെക്കമെൻഡ് ചെയ്ത് എന്നെ സെമിനാരിലെടുത്തു. സെമിനാരി ജീവിതവും അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു അവസരമായിരുന്നില്ല. കാരണം ഇത്രമാത്രം സ്നേഹാന്തരീക്ഷമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് സെമിനാരിലേക്ക് വന്നപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവം ഉണ്ടായിരുന്നു. പിന്നീടുള്ളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. പിന്നെ പഠനം എല്ലാം പൂർത്തിയായി. 1973 ഡിസംബർ 21-നായിരുന്നു എൻ്റെ പട്ടം. അതിന് പട്ടമെല്ലാം കഴിഞ്ഞെങ്കിൽ തന്നെ എനിക്ക് നല്ലൊരു സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അച്ഛനാവണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു.
പക്ഷേ എനിക്കതിന് സാധിച്ചില്ലായിരുന്നു. ഓഹോ. പക്ഷെ അങ്ങനത്തെ ഒത്തിരിയേറെ എനിക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും അതുപോലെ തന്നെ ഈ മനസ്സമാധാനമില്ലായ്മയും ഒത്തിരി എന്നെ അലട്ടിയായിരുന്നു. അത് ഈ വീടിനെ കുറിച്ചുള്ള ഓർമ്മകളാണോ? അല്ലല്ല, അതല്ല, വെറുതെ ഇങ്ങനെ ഒരു നമുക്കൊരു അതന്നെ ഒരു സന്തോഷമില്ലായ്മ, ഒരു ഹാപ്പി അല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് അവസ്ഥ മാറ്റി തന്ന നല്ല ഒരു ഹൃദയത്തിന് ഉടമയായിട്ട്, പരിശുദ്ധി വേറെ ഒന്നും വേണ്ട, പരിശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ഉടമയായിട്ട്, സമാധാനമുള്ള ഹൃദയത്തിന്റെ ഉടമയായിട്ട് എന്നെ മാറ്റണമെന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കുർബാനയിൽ ചിലപ്പോൾ കണ്ണീര് ഒഴുകിയിട്ടുണ്ട്. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണീര് ഒഴുകിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ആ രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടേ, മറ്റച്ഛന്മാരൊക്കെ നന്നായിട്ട് കുർബാനയ്ക്ക് ചെന്ന് കാണുമ്പോൾ എനിക്കതുപോലെ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത്, അത് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു മാറ്റം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ 13 പള്ളികളിൽ ഞാൻ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2 പള്ളികളിൽ അസിസ്റ്റന്റ് ആയിട്ട്, 4 അടുത്ത് ഞാൻ ചമ്മാച്ചനായിരുന്നപ്പോൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷവും 3, 4, 5, 6 പള്ളികളിൽ ഞാൻ വിക്കർ ഇൻ ചാർജായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തൂവൽ പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രേരണ ഉണ്ടായി. വിശുദ്ധ കുർബാനയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കര ഒരു പ്രേരണ ഉണ്ടായി. അതെനിക്ക് ഭയങ്കര അനുഭവപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സക്രാരിയുടെ അടുത്ത് ഒരു പ്രാവശ്യം ചെന്ന് 5 മിനിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ, പിന്നെ ഇരിക്കാൻ സാധിക്കില്ല. പിന്നെ ഇരുന്നിരുന്നിരുന്ന് ഞാനിങ്ങനെ പല പ്രാവശ്യം ആയപ്പോൾ എനിക്ക് എത്ര സമയം വേണമെങ്കിലും സക്രാരിയുടെ എടുത്തിരിക്കാനായിട്ടുള്ള ഭയങ്കര ഒരു അവിടുന്നാണ് എനിക്ക് 100% ഇങ്ങനെ ഒരു പ്രയാസങ്ങളെല്ലാം മാറി. അതുപോലെ തന്നെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടായി. പിന്നെ എനിക്കുള്ള ഒറ്റ ആഗ്രഹം ഇതായിരുന്നു, എപ്പോഴും പ്രസന്ന വദനനായിരിക്കണം, ഈശോയോട് ചേർന്നിരിക്കണം, ഒരു പാവം പോലും കാണാൻ പാടില്ല. ആ രീതിയിലുള്ള മനോഭാവം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനത് കാത്തു സൂക്ഷിച്ചു. അപ്പോൾ 1 മണിക്കൂർ സമയം ഞാൻ ഈ സെമിനാരിലായിരുന്നപ്പോൾ ഈ ഫുൾട്ടൺ ജീഷന്റെ പുസ്തകം വായിക്കുമായിരുന്നു. അത് കാരണം സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും, അതുപോലെ 1 മണിക്കൂർ സമയം ഈശോയുടെ മുമ്പിൽ ചെലവഴിക്കണം എന്നൊക്കെ അദ്ദേഹം എപ്പോഴും എടുത്തെടുത്ത് പറയുമായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ലൊരു പ്രേരണയായി. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ച്, ഇന്നും ഞാൻ 1 മണിക്കൂർ 3:45 ഞാൻ എഴുന്നേക്കുന്നത് രാവിലെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് 5 മണിക്ക് പിന്നെ പള്ളിയിൽ ചെല്ലും. അവിടെ ഈശോയുടെ മുമ്പിലും സക്രാരി അടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ അതുകൊണ്ട് ഇന്ന് എനിക്കത് വിട്ടുകളയാൻ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ ഇന്ന് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാണ്. കർത്താവിന്റെ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും വീണ്ടും പഴയതിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഏതെങ്കിലും മനസ്സ് എപ്പോഴും ക്ലിയർ ആയിട്ട് സൂക്ഷിക്കും. ഒരു ഏതെങ്കിലും പാവത്തിൽ നമ്മൾ വിലയിലല്ലേ വീണ് പോയാലും ഉടനെ തന്നെ ഞാൻ കുംസാരം ചെയ്തിരിക്കും. അപ്പൊ എപ്പോഴും പ്രസന്നമായിരിക്കും. അപ്പോൾ നമുക്ക് ഇടവ ലൈഫിലാണെങ്കിൽ തന്നെയും ആരോടും ദേഷ്യപ്പെടാതെ എല്ലാവരുടെ സ്നേഹപൂർവ്വം എല്ലാവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് ആണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എത്ര മോശക്കാരായ ആണെങ്കിൽ തന്നെയും എല്ലാവർക്കും ഒരാവശ്യമായിട്ട് വരുമ്പോൾ നടത്തി കൊടുക്കാൻ പറ്റാവുന്നതാണെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം നടത്തി കൊടുക്കാറുന്നു. അപ്പൊ ആളുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നത്. എല്ലാവരും വരുമ്പോൾ എന്നെ നല്ല പുഞ്ചിരിയോട് സ്വീകരിക്കുക, ചുമ്മാ ചിരിച്ചു കാണിക്കുന്നതല്ല, നമ്മുടെ ഹൃദയത്തിൽ തന്നെ വരും. അപ്പൊ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരുടെ ആവശ്യങ്ങളത് നിഷേധിക്കരുത്, എല്ലാവരുടെ ആവശ്യങ്ങളും നടത്തി കൊടുക്കുക, സ്നേഹത്തിലൂടെ പറഞ്ഞയക്കുക. അങ്ങനെയുള്ള 1-2 എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ? റിട്ടയർ ചെയ്തതിനു ശേഷം ഒരു പള്ളിയിൽ ഞാൻ പോയി. അപ്പോൾ അവിടെ ചെറിയ ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ ആളുടെ ചില കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പല പ്രാവശ്യമൊക്കെ അച്ഛനെ സംഭവിച്ചിട്ട് പോലും സംഭവിച്ചിട്ട് പോലും സഹായിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ നേരത്തെ കേട്ടില്ല. അവിടെ ചെന്നപ്പോൾ എൻ്റെ മനോഭാവം ഇതായിരുന്നു, എല്ലാവരുടെയും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാന്നുള്ളത്. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂർ സമയമെടുത്ത് ഞാൻ ഈ പുള്ളിക്കൊരു ലെറ്റർ എഴുതി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത് ലെറ്ററൊക്കെ ഇങ്ങനെ എഴുതി ശരിയാക്കി കൊടുത്തപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷമായിട്ട് പോയത്. പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തീരുമാനവും അങ്ങനെ ഒരു നിർമ്മല ഹൃദയത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഞാൻ അത് പങ്കുവയ്ക്കാനാണ് അച്ഛനെ സമീപിക്കുന്നവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ. അതല്ല, പിന്നെ തീർച്ചയായിട്ടും നമ്മള് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളാണെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് കിട്ടുമല്ലോ. മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ഈശോ ഉദരത്തിനുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട്
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. നമ്മളിങ്ങനെ ഈശോയിൽ നിറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മറ്റുള്ളവർ നിറയ്ക്കാൻ പറ്റും. ഇപ്പം പലപ്പോഴും അച്ഛന്മാരെ കാണുമ്പോൾ ഒന്ന് പിൻവാങ്ങുന്നല്ലേ, മാറിപ്പോകുന്ന ഒരു രീതികൾ കുറെ പേര് അനുവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അച്ഛൻ്റെ അടുത്തേക്ക് ആൾക്കാർ ഓടി വരുന്നുണ്ട്. പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് വരും, അച്ഛ എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടാണ് ജോലിയുടെ പ്രശ്നം, അതുപോലെ രോഗത്തിൻ്റെ പ്രശ്നം, ഇതൊക്കെ ഒരാൾ ഫോൺ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അവരുടെ ഇതെല്ലാം കേട്ട് അവർക്ക് ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് ഫോണിലൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു നല്ല വഴിക്ക് തിരിക്കാൻ ആയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോഴും എന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ആശ്വാസമാണല്ലോ, എല്ലാം കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ള തോന്നൽ തന്നെ. അത് തന്നെയാണ്. ഇടവയിലായിരുന്നപ്പോൾ അവസരത്തിലുണ്ടല്ലോ, ഈ രോഗികളെ സന്ദർശിക്കാൻ എല്ലാം ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. മാസത്തിലൊരിക്കൽ അവിടെയുള്ള രോഗികളെല്ലാവരും കണ്ട് അവരെ കുമ്പസാരിപ്പിച്ച് അവർക്ക് ആശീർവാദം കൊടുത്ത് വിസ്തുർവാനെ കൊടുത്ത് പോരാനായിട്ട് അതൊരു നല്ലൊരു സന്തോഷകരമായ കാര്യമായിരുന്നു. ചെയ്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഇടവകളിലും തന്നെ നല്ലത് ചെയ്തിട്ടുണ്ട്. ഖുർആൻ കൊടുത്ത രോഗികളെ കാണുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ കുമ്പസാരിപ്പിക്കുക, ഖുർആൻ കൊടുക്കുക. വിശുദ്ധ പാദ്രോപ്പിയയുടെ തന്നെ വലിയൊരു സർവീസ് മേഖലയായിരുന്നല്ലോ അത് തന്നെ, കുമ്പസാരിപ്പിക്കുക എന്നുള്ളത്. ഒന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈയിടെ അന്തരിച്ചുമായിട്ടുള്ള വലിയ സാഹിത്യകാരനായിട്ടുള്ള MT എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അമ്പലങ്ങളിൽ ഞങ്ങൾക്കൊരു കുമ്പസാരക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു അക്രൈസ്തവനായിട്ടുള്ള ഒരു വ്യക്തി നോക്കി കാണുന്നത് അങ്ങനെ ഈ കുമ്പസാരം, പാപമോചനം, ഈ പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഈ ദൈവജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം. അത് കർത്താവ് പറഞ്ഞല്ലേ, ഞാൻ നിന്നെ പ്രിയ സ്വതന്ത്രനാക്കുന്ന പാപത്തിൽ നിന്നേ. അതിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുകയോ അല്ലെ ചെയ്യുകയോ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് ആളുകൾ എൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കുറെ പേരുണ്ട് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കും, കുറെ പേരുണ്ട് പിന്നെ പൊതുവായിട്ട് പ്രാർത്ഥിക്കും. അതിൻ്റെ ഡയറിയിലേക്ക് ആളുകളെ ഞാൻ ഇരുന്ന ഇടവയിലെ എല്ലാ ഇടവയ്ക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ ഇത്രയൊരു നിഷ്കളങ്കമായിട്ടും വലിയൊരു പ്രാർത്ഥനാ തീഷ്ണതയോടും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ നമ്മുടെ ഇടവകയിലൊക്കെ പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ കാണും. ചിലപ്പോൾ മുതിർന്നവരായിരിക്കും, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ യുവാക്കളായിരിക്കും, അല്ലെങ്കിൽ ഈ തിന്മയുടെ സ്വാധീനത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഡ്രഗ്, മയക്കുമരുന്നിൻ്റെ ഒക്കെ ഒരു സ്വാധീനത്തിലൊക്കെ ആയിരിക്കുന്ന. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും അതുപോലെ കുടുംബങ്ങളെയും ഒക്കെ അച്ഛന് എന്താ പറയുന്നത്, ദൈവവിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ഒക്കെ അടുപ്പിച്ച അത്തരം അനുഭവങ്ങൾ അവരെങ്ങനെ സമീപിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ അടിമയായി, മദ്യത്തിൻ്റെയൊക്കെ അടിമയായിട്ടുള്ളവർ പ്രാർത്ഥന, പിന്നെ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കും. പിന്നെ ഭാര്യമാർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും. എത്ര കുടിച്ചിട്ട് വന്നാൽ തന്നെ ഒരിക്കലും ദേഷ്യപ്പെടരുത്, കാരണം അവർ രോഗിയാണ്. അപ്പോൾ നല്ലൊരു അവരെ ഒരു രോഗിയാണല്ലോ എന്നുള്ള അരി എടുത്തിട്ട് അവരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. പിന്നെ കൂടുതൽ പ്രാർത്ഥനയാണ് എല്ലാം ഞാൻ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. പ്രാർത്ഥിക്കും നന്നായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദൈവജനം ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. പ്രവർത്തിക്കുന്ന ഒരു വൈദികനേക്കാൾ കൂടുതലായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെ ജനം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വൈദികനായിരിക്കുന്നതേ നമ്മളിപ്പോൾ പണി ചെയ്യാനോ അത്യാവശ്യം വേണം, പണി ചെയ്യാനോ അതിനു വേണ്ടി തന്നെയല്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈശോയോട് കൂടി ആയിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നാലേ നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമാണ്. സാമൂഹ്യ പ്രവർത്തനം ആർക്കും ചെയ്യാമല്ലോ, പക്ഷേ അച്ഛൻ്റെ ജോലി ചെയ്യണമെങ്കിൽ അച്ഛന് നല്ലൊരു ഹൃദയം വേണം, പിന്നെ അതുപോലെ തന്നെ നല്ല പ്രാർത്ഥനാ ജീവിതം വേണം. ഇതുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നോളും. ഇപ്പം ഞാനൊരു അനുഭവം പറയുകയാണെങ്കിൽ, ഈ തൊമ്മങ്കുത്ത് പള്ളിയിൽ ഞാൻ വികാരിയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിക്ക് കുറച്ച് സ്ഥലമുള്ളൂ, പുറയിലേക്ക് നമുക്ക് ഒരു സ്ഥലം അവിടെ കിട്ടിയാലാണ് പള്ളി പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ സെൻറ്റിന് 500 രൂപ വിലയുള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോൾ അത് കപ്പയാട്ട് സ്ഥലം വേറെ ഒരു പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പള്ളി ഇവിടെ വയ്ക്കാൻ സൗകര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പള്ളിക്ക് മേടിക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ വേറെ എൻ്റെ ചേർന്ന് നിൽക്കുന്ന വേറെ പ്ലോട്ട് ഉണ്ടായിരുന്നു. അതൊരു 1.25 ഏക്കർ, 3/4 ഏക്കറാന്ന് തോന്നുന്നു. മൊത്തം 1.25 ഏക്കർ സ്ഥലം. അപ്പോൾ ആളുകൾ പറഞ്ഞു, അച്ഛാ നമുക്ക് ബുദ്ധിമുട്ടാക്കും, ഒരു സ്ഥലം വിറ്റിട്ട് നമുക്ക് മറ്റേ സ്ഥലത്തിൻ്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലം പുറത്ത് എവിടെയും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പള്ളിക്ക് സ്ഥലം കിട്ടിയാലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് വാങ്ങുമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ രാത്രി ഇങ്ങനെ കടന്നപ്പോൾ എനിക്കൊരു ഇതുണ്ടായത്. അതായത് ഇങ്ങനെ ഒരു പ്രേരണയുള്ള ഷീറ്റ് ഉരു നടത്താനായിട്ട് പ്രേരണ. ഷീറ്റ് പിരിവ്, റബ്ബർ ഷീറ്റ്. റബ്ബർ ഷീറ്റ് അന്നത്തെ ഷീറ്റിന്റെ വില 27 കിലോയ്ക്ക്. എന്നിട്ട് ഞാൻ തീരുമാനം എടുത്തത് ഇങ്ങനെയാണ്, മാസത്തിലൊരിക്കൽ എല്ലാവരും ഒരു ദിവസത്തെ ഷീറ്റ് തരിക. അപ്പോൾ അന്നേരം ആളുകൾ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. മദർ തെരേസയോട് പറഞ്ഞാൽ ലെറ്റർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. മദർ തെരേസ അതെന്നെ കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി. അപ്പോൾ മദർ തെരേസ എനിക്ക് കത്ത് അയച്ചു. അച്ഛൻ കാര്യങ്ങൾ നടത്തിക്കോ, ഭംഗിയായിട്ട് എല്ലാ കാര്യം നടന്നോളും, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അന്ന് വിശുദ്ധ ആയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, മദർ തെരേസയെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മദർ തെരേസയുടെ ആ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അതെ, അതിപ്പം ഇപ്പോൾ വിശുദ്ധയും കൂടെ ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതെല്ലാം 6 മാസം എടുത്തു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്ന് അവസാനം 2000 രൂപ നീക്കിയിരിപ്പുണ്ടായിരുന്നു. ഈ സ്ഥലം പിടിച്ച് ഒരു കുഴപ്പം. അന്ന് മുതൽ നല്ല ആത്മവിശ്വാസമായി. ദൈവത്തിൽ ആശ്രയിച്ച ഒന്നിനും ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛൻ്റെ ഇടവക വികാരിച്ചനായിട്ടുള്ള ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രതിസന്ധി വന്ന് അതിൽ ദൈവം ഇടപെട്ട് അത് മാറിപ്പോയ സന്ദർഭങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് പ്രതിസന്ധി ഉള്ളത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, മനസ്സമാധാനവും ശാന്തി ഇല്ലാത്തൊരവസ്ഥ കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്നാ പറ്റി എനിക്കറിയത്തില്ല. പക്ഷെ ഏതായാലും ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് എനിക്കും അങ്ങനെ കർത്താവിലേക്ക് അടുപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു മാർഗമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സക്രാരിയുടെ അടുത്ത് പോയിരിക്കില്ല. ഇന്ന് സക്രാരിയുടെ അടുത്ത് ഞാൻ പോയിരിക്കുന്നത് അന്നുണ്ടായ അനുഭവത്തിന് വിളിച്ചതില്ല. അതൊരു ഭയങ്കര ദൈവത്തിൻ്റെ ഒരു കൃപ തരാൻ വേണ്ടിയുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം മദർ തെരേസയോടുള്ള ഒരു മാധ്യസ്ഥം, അത് പരിശുദ്ധാത്മാവ് തന്നൊരു പ്രേരണയാണല്ലോ. അതെ, മദർ തെരേസ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടും അച്ഛന് നല്ലൊരു ഭക്തി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഒരു കുറെ വർഷങ്ങളായിട്ട് 12 കൊന്ത ചെല്ലുന്നുണ്ട്. പക്ഷെ ഭയങ്കര ശക്തിയാണ് കൊന്തയ്ക്ക്. കൊന്ത ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു പ്രലോഭനം പോലും നമ്മളെ അലട്ടില്ല. അത്ര ഭയങ്കര എനിക്കത് അനുഭവമുള്ള കാര്യങ്ങളാണ്. അപ്പം നല്ല വിശുദ്ധിയോട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ദിവസം 12 കൊന്ത ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുമെന്ന്. അപ്പൊ മാതാവിന്റെ ഒരു അനുഗ്രഹം അച്ഛന്റെ ജീവിതത്തിലോ ഇല്ല അച്ഛനോട് അപേക്ഷ യാചിച്ചവരുടെ ജീവിതത്തിലോ ഉണ്ടായ അനുഗ്രഹത്തെ പറ്റി ഒന്ന് പറയാമോ? മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാല് എനിക്ക് ഹൃദയശുദ്ധിയോട് ജീവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത്. അത് കൊന്ത വഴിയായിട്ട് പ്രലോഭനങ്ങളൊക്കെ അലട്ടിയാൽ അതിനെയൊക്കെ അതിജീവിച്ച് നല്ല ശക്തി നന്നായിട്ട് കുർബാന ഇടാനൊക്കെ സാധിക്കും. ഭയങ്കരമായിട്ട് ശക്തിയോടുകൂടി കുർബാന ഇടാനൊക്കെ സാധിക്കും. വലിയ അനുഗ്രഹം. ഏറ്റവും നന്നായിട്ട് കുർബാന അർപ്പിക്കാനായിട്ട് തന്നെ അത് നന്നായിട്ട് എന്നെ സ്ഫുടതയോടും അതുപോലെ ഭക്തിയോടും ഒക്കെ കുർബാന അർപ്പിക്കാനായിട്ട് മാതാവിന്റെ പ്രത്യേക ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയത്. പിന്നെ ഏകാഗ്രത, പ്രലോഭനമില്ലാത്ത ജീവിക്കാൻ പറ്റുന്ന, പാപമില്ലാതെ. അത് തന്നെ, അത് ഭയങ്കര എനിക്കത് വലിയ ആഗ്രഹം. സന്തോഷം അച്ഛൻ്റെ മുഖത്ത് എപ്പോഴും സന്തോഷമുണ്ട്, നിഷ്കളങ്കമായിട്ടുള്ള. അതെല്ലാരും പറയും അച്ഛന് ഈ ആരോഗ്യത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഹൃദയശുദ്ധി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു പ്രയാസം ഉണ്ടാവില്ല, എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എനിക്ക് പ്രത്യേകം പ്രാർത്ഥനയുണ്ട്. എനിക്കത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഒരു കൃപ കൊണ്ട് കിട്ടിയതാണ്. ആ പ്രാർത്ഥന ഞാൻ അരമണിക്കൂർ സമയം പള്ളിയിലെ മുട്ടുകുത്തി നിന്നാണ് ആ പ്രാർത്ഥന നടത്തുന്നത്. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ കുറെ പ്രാർത്ഥനകളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് ഈശോയുടെ സാന്നിധ്യം ഓർക്കും, ഈശോയുടെ ഇരിപ്പുണ്ടെന്നുള്ളത്. പിന്നെ എന്നെയും ലോകം മുഴുവനെയും സമർപ്പിക്കും. പിന്നെ പിന്നെ തുടരുവാണ്, എല്ലാം വിട്ടുമാറട്ടെ, ആസക്തികൾ എല്ലാം വിട്ടുമാറട്ടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് 2 പ്രാവശ്യം പ്രാർത്ഥിക്കും. പിന്നെ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ എന്നെ ധൈര്യപ്പെടുത്തണമേ,
പരിശുദ്ധാത്മാവെ വരദാനങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ പാപബോധവും പശ്ചാത്താപവും നൽകണമേ. പരിശുദ്ധാത്മാവെ ജ്ഞാനവും വിവേകവും നൽകണമേ. പരിശുദ്ധാത്മാവെ ഉണർവും ഉന്മേഷവും നൽകണമേ. പരിശുദ്ധാത്മാവെ ആഴമായ വിശ്വാസവും ബോധ്യവും തന്ന് അനുഗ്രഹിക്കണമേ. അങ്ങനെയുള്ള പ്രാർത്ഥന അങ്ങനെ തുടരുക. നീണ്ടു പോകും. അത് തന്നെ. ചിലപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ തന്നെ ഞങ്ങളൊരു അഭിഷേകത്തിലായിരിക്കും ശരി. എല്ലാവർക്കും വേണ്ടിയില്ല, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ലോകം മുഴുവൻ. അതെ അതെ, എല്ലാവരെയും കൂട്ടിയുള്ള ഒരു പ്രാർത്ഥന. അതെ അതെ. അച്ഛന് ഇത് പാടാനും കഴിവുണ്ട് അല്ലേ? പിന്നില്ല, വന്നിട്ടുണ്ട്. പാടും, അത്യാവശ്യം പാടും. അപ്പം ആ പരിശുദ്ധാത്മാവിന്റെ ആ. പാട്ടും കൂടെ ഒന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. ഓ അല്ലേ? ആ. പരിശുദ്ധാത്മാവേ നീയഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ആത്മാവില് അലിഞ്ഞാണ് അച്ഛന് പാടുന്നത്. ഒരു പ്രാർത്ഥന തന്നെയാണ്. അത് തന്നെ. അച്ഛാ, ഇത് നമ്മൾ അവസാനിക്കുന്നതിനൊക്കെ മുമ്പ് ആ. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചോദിച്ചു. അതൊരു അച്ഛൻ്റെ ഒരു ഇനിയും ഉള്ള ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്. ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ ചലച്ചിത്ര സംവിധായകൻ മാട്ടേൽ ഭദ്രൻ എന്ന് പറയുന്ന സാറ് വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ചോദിച്ചു സാറിൻ്റെ ഒരു സ്വപ്നം എന്താണ്. അപ്പം അന്ന് ഭദ്രൻ സാറ് പറഞ്ഞത് അത് ഒരു വാക്കല്ല, അതൊരു ഫ്രെയിമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രെയിം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത്, അത് ഈ ഈശോയും ഈശോയുടെ ചുറ്റും ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫോക്ക് ആൻഡ് വൺ ഷെപ്പേർഡ്, എന്ന് പറഞ്ഞ പോലെ അച്ഛൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഈശോ ഇങ്ങനെ കൂടെ ഇരുന്ന് വഴി നടത്തുന്ന അനുഭവങ്ങൾ ധാരാളം. ഇനിയും അച്ഛനുള്ള ഒരു സ്വപ്നം എന്താണ്? എനിക്ക് വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനേക്കാളും വേറെ ഒന്നും യാതൊന്നുമില്ല. ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സ്വപ്നവും അത് തന്നെയല്ലേ അച്ഛാ? അത് തന്നെ. എപ്പോഴും പ്രസന്നവദനായിരിക്കുക. ചുമ്മാ പറ്റില്ല, ഹൃദയത്തോടുകൂടി തന്നെത്താനെ വരും. അത് നമ്മൾ ചിരിയൊക്കെ നേരം ചുമ്മാ ഉണ്ടാകും ചിരിയല്ല, തന്നെത്താനെ. അത് തന്നെ. ഇപ്പോൾ ആളുകളൊക്കെ വരുന്ന നമ്മൾ ചിരിച്ച് നന്നായിട്ട് സന്തോഷിച്ചിരിക്കും, ഭയങ്കര സന്തോഷമല്ലേ അവർക്ക്. അപ്പം അങ്ങനെ അവർക്ക് നല്ല സന്തോഷമായിട്ട് ആളുകൾ പോകുന്നുണ്ട്. ഈ സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്ക് പാലം പണിയുന്ന ഒരു വൈദികരാണെന്നാണ് പറയുന്നത്, പുരോഹിതരാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ഈ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങൾ അച്ഛൻ കരുതി വെച്ചിട്ടില്ലേ? പിന്നില്ല, തീർച്ചയായിട്ടും. അതല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണേ. അതല്ലേ നമ്മളിപ്പോൾ പ്രാർത്ഥന കർത്താവിന് മുമ്പിലായിരിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, എന്നെയും ലോകം മുഴുവനെയും സമർപ്പിക്കുമല്ലേ. അപ്പൊ എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഈശോയെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛാ, മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് ഈശോയുടെ ഒപ്പം ഇരുന്ന് ഈശോയുടെ കൂടെ നടക്കുന്ന ഒരു ജീവിതമാണ് അച്ഛൻ്റെത്. അപ്പോൾ അച്ഛൻ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഏറ്റവും നല്ലവനായ ദൈവമേ, ഞങ്ങളെ എപ്പോഴും വഴി നടത്തുകയും ഞങ്ങളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്നതിനോർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ലോകം മുഴുവനെയും അങ്ങിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണല്ലോ അങ്ങയുടെ ആഗ്രഹം. എല്ലാ മനുഷ്യരെയും അങ്ങിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അങ്ങയുടെ ആഗ്രഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയ്ക്ക് പ്രീതികരമായിരുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ ഹൃദയശുദ്ധിയുള്ള മനുഷ്യരായിട്ട് തീർന്നുകൊണ്ട് എല്ലാ മനുഷ്യർക്കും സ്നേഹവും സന്തോഷവും കൊടുത്ത് എല്ലാ മനുഷ്യർക്കും സഹായം നൽകി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും മാത്യു അച്ഛൻ പിതാവ് ആവശ്യപ്പെടുന്നതനുസരിച്ച് പല ഇടവകളിലും സഹായിക്കുവാനായിട്ട് പോകുന്നുണ്ട്. തൻ്റെ ഈ പ്രായത്തിലും ഇരുചക്രവാഹനം ഉപയോഗിക്കുകയും
അത് ഓടിക്കുകയും ചെയ്യുന്ന അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി എപ്പോഴും പെരുമാറുന്നയാളാണ്. എപ്പോഴും അച്ഛൻ്റെ മുഖത്ത് ഒരു സന്തോഷം എല്ലാവരെയും കാണുമ്പോഴും എല്ലാവരോടും സംസാരിക്കുമ്പോഴും ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് പോസിറ്റീവായ എനർജി നൽകുന്ന അച്ഛനെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചു. പുതിയൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.